നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കേരള സർക്കാർ വന്ദേ മാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വിവാദമാക്കി BJP. കോൺഗ്രസ് ആസ്ഥാനത്ത് പാടിയ വന്ദേ മാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതിയെന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയെന്ന വിശദീകരണവുമായി സേവാദൾ നേതൃത്വം. വന്ദേ മാതരം വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ. ഗവർണറുടെ സ്വാതന്ത്ര്യദിന ചായ സൽക്കാരത്തിൽ നിന്നും PSC ചെയർമാനെയും അംഗങ്ങളെയും ഒഴിവാക്കി. മാറ്റി നിർത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന ലോക്ഭവന്റെ അറ്റ് ഹോം ചടങ്ങിൽ നിന്നും. നടപടി PSC പരീക്ഷാ ക്രമക്കേട് വിവാദവുമായി ബന്ധപ്പെട്ടെന്ന് സൂചന. BJPക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയെയോ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ തള്ളി. പൂഞ്ഞാറിൽ BJPക്ക് വേണ്ടി 4.5 കോടി എത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ് PC ജോർജ്. പ്രാദേശിക നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വിശദീകരണം. BJPയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് നടൻ ദേവൻ. ഉപനേതൃപദവി വീണ്ടും ആവശ്യപ്പെടാൻ CPI. നൽകാനില്ല എന്ന നിലപാടിൽ ഉറച്ച CPM. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം നാളെ. അത്തം പിറന്നു, ഇനി ഓണാഘോഷത്തിന്റെ നാളുകൾ. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര ജയവുമായി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2ാം ദിനം 9 വിക്കറ്റിന് 456 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസിന് പുറത്ത്. ധ്രുവ് ജുറലിന് അർദ്ധ സെഞ്ചുറി. കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ വന്ദേ മാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP. വന്ദേ മാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയാണ് സോണിയാഗാന്ധി പ്രതികരിച്ചതെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ വന്ദേ മാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്ത് നൽകി. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഘട്ടത്തിലായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു. രാഹുലിൻ്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ വന്ദേമാതരം ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരം പാടുന്നത് കോൺഗ്രസ് നയമല്ല എന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങളും നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അതേസമയം വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തയച്ചു. വിവാദങ്ങൾ കടുത്ത അപമാനമുണ്ടാക്കി. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരോട് പ്രത്യേകിച്ച് ബംഗാൾ ജനതയോട് മാപ്പ് പറയണമെന്നും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബാംഗമായ സുമിത്രോ ചാറ്റർജി കത്തിൽ ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിൽ തെറ്റില്ലെന്നും സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വന്ദേമാതരം ബിൽ വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP. AICC ആസ്ഥാനത്തുണ്ടായത് ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരുന്നു. വന്ദേമാതരത്തെ ബഹുമാനിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും BJPക്ക് എല്ലാ ആയുധമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കരുനാഗപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വന്ദേമാതര വിഷയത്തിൽ കേരള സർക്കാർ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതൊരു ആശയവിനിമയത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കോൺഗ്രസിന് ഇതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. മഹാത്മാഗാന്ധിയോട് ആലോചിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ വന്ദേമാതരം ഉണ്ടായത്.
ആ വന്ദേ മാതരത്തെ വിഭാഗീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയെടുത്തതാണ് അവരുടെ ബില്ല്. ഞങ്ങൾ വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നവരാണ്, ജനഗണമനയും അതുപോലെ ബഹുമാനിക്കുന്നവരാണ്, ദേശീയ ഗാനത്തെ, ഈ ദേശത്തെ ബഹുമാനിക്കുന്നവരാണ്. ആദ്യം അരുണാചലിലെ ഭൂമി ഒന്ന് പിടിച്ചെടുക്കാൻ പറ. നമ്മളെ സ്വന്തം ഭൂമി പിടിച്ചുകൊണ്ട് പോകാണല്ലോ. 56 ഇഞ്ച് നെഞ്ചോ അതൊക്കെ ഉണ്ടല്ലോ. സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ കേരളത്തിൽ വന്ദേ മാതരം ആലപിക്കാത്തത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പാടിയിട്ടും കേരളത്തിൽ പാടാത്തത് സതീശൻ സർക്കാർ ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കീഴടങ്ങിയതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. VD സതീശൻ നയിക്കുന്ന ഈ സർക്കാർ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, നിയമങ്ങളെ ലംഘിച്ചു. നിയമങ്ങൾ പാലിക്കണം, നിയമങ്ങൾ ലംഘിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് കാരണവശാലാണ് ഈ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിനെയും കേരള രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്ത് അവർ ഭരണത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അപകടം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്നതല്ലെന്നും അത് മുഴുവൻ പാടുന്നതിനെ ആദ്യം എതിർക്കുന്നത് യഥാർത്ഥ ഹിന്ദു വിശ്വാസിയാണെന്നും PA മുഹമ്മദ് റിയാസ് MLA. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആളുകളെ പേടിപ്പിക്കുകയാണ്. വന്ദേ മാതരം തടഞ്ഞാൽ അത് ശിക്ഷയായിരിക്കുമെന്ന പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി അവർ മാറിയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വന്ദേ മാതരത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ UDF ഗവൺമെൻറ് പറ്റുന്നില്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ഒരു സർക്കാർ പരിപാടിയിൽ വന്ദേ മാതരം മുഴുവൻ പാടുന്നതിനോട് യോജിക്കില്ല. വന്ദേ മാതരത്തിൽ ആദ്യ 2 ഈരടികൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്, അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുൾപ്പെടെ ഉപയോഗിച്ചതാണ്. എന്നാൽ വന്ദേ മാതരം മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിൽ അത് എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതല്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ആരാധിക്കുന്ന ദൈവത്തെ മറ്റു മതവിശ്വാസികളും ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല, അത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു വരികളുള്ള വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം സർക്കാർ പരിപാടിയിൽ, എല്ലാ മനുഷ്യരുമുള്ള സർക്കാർ പരിപാടിയിൽ പാടുന്നതിനെ ആദ്യം എതിർക്കുക യഥാർത്ഥ PSC ചെയർമാനെ ഒഴിവാക്കി ലോക് ഭവൻ അറ്റ് ഹോം ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. ഇതാദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിലെ ചായ സൽക്കാരത്തിൽ PSC ചെയർമാനെ വിളിക്കാത്തത്. 15 അംഗങ്ങളെയും ക്ഷണിച്ചില്ല. നിയമന തട്ടിപ്പ് വിവാദത്തെ തുടർന്നാണ് ചെയർമാനെ ക്ഷണിക്കാത്തത് എന്നാണ് സൂചന. സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം സ്വീകരണം കേരളത്തിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, സായുധ സേനാ പ്രതിനിധികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വൈസ് ചാൻസലർമാർ, പത്മ അവാർഡ് ജേതാക്കൾ, വിവിധ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ഭാഗമാകുന്ന പരിപാടിയിൽ സാധാരണഗതിയിൽ PSC ചെയർമാനെയും ക്ഷണിക്കുന്നതാണ്. എന്നാൽ ഇത്തവണ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവിന് അറ്റ് ഹോം പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായില്ല. ചെയർമാനെ ഒഴിവാക്കിയതോടെ 15 അംഗങ്ങളെയും ക്ഷണിച്ചില്ല. നിയമന തട്ടിപ്പ് വിവാദത്തെ തുടർന്നാണ് PSC ചെയർമാനെ ഒഴിവാക്കിയത് എന്നാണ് സൂചന. കൂടുതൽ നടപടികളിലേക്ക് ലോക് ഭവൻ കടക്കുമെന്നും വിവരമുണ്ട്. PSC ചെയർമാൻ തസ്തികയിലെ നിയമനാധികാരി ഗവർണറാണ്. PSC നിയമന തട്ടിപ്പിൽ ഇതിനോടകം തന്നെ ഗവർണർക്ക് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന്റെ വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി SFI. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. VC-ക്കെതിരെ KSUവും രംഗത്തെത്തി. RSS സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത്. RSS തിരുവനന്തപുരം മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന പരിപാടിയിലായിരുന്നു കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിന്റെ പരാമർശം. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. വികസിത ഭാരതത്തിനു വേണ്ടി ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതം അമ്മയായതിനാലാണ് വന്ദേമാതരം എന്ന് പാടുന്നത്. അമ്മ ആരാണ് എന്നറിയാത്തവരാണ് വന്ദേമാതരം എതിർക്കുന്നത്. അവരും മാറും, ഈ നാട് മാറുകയാണ് എന്നുമായിരുന്നു മോഹനൻ കുന്നുമലിന്റെ പരാമർശം.
പരാമർശത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി SFIയും KSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി. VC പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത വാക്കുകളാണിത് എന്നാണ് ഉയരുന്ന വിമർശനം. നാളെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തും. പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് KSUവിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായാണ് യോഗം ചേരുന്നത്. പല വേദികളിലായി CPI ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം LDF യോഗം ചേർന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനും മുന്നണി യോഗം ചേർന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPMഉം CPIയും തമ്മിലുണ്ടായ തർക്കവും യോഗം ചേരുന്നതിന് തടസ്സമായിരുന്നു. കൂടാതെ കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ലെന്നും ഏകോപനക്കുറവും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെയാണ് യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനവും സർക്കാരിനെതിരായ സമരപരിപാടികളുമാണ് യോഗത്തിന്റെ അജണ്ട. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിലും വിശദമായ ചർച്ച യോഗത്തിലുണ്ടായേക്കും. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് CPM നിലപാട്. ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPIയും അറിയിച്ചിരുന്നു. ഇക്കാര്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPയിൽ ഇലക്ഷൻ ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് PC ജോർജ്. എരുമേലിയിലുള്ള 2 പ്രവർത്തകർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. 4,45,00,000 രൂപ ഫണ്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ തന്നോട് പറഞ്ഞത്. ആ പണം എവിടെ ചിലവഴിച്ചു എന്നാണ് താൻ ചോദിച്ചത്. എന്നാൽ BJP നേതൃത്വം കൃത്യമായ കണക്ക് തന്നെ ബോധ്യപ്പെടുത്തി. ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കാൻ അനുവദീയമായതിൽ കൂടുതൽ ഒരു തുകയും തെരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചിട്ടില്ല. താൻ ഒരു രൂപ പോലും ഇലക്ഷൻ ഫണ്ട് പിരിച്ചിട്ടില്ലെന്നും ഫണ്ട് കൈകാര്യം ചെയ്തിരുന്നത് താനായിരുന്നില്ല എന്നും PC ജോർജ് വ്യക്തമാക്കി. ഞാൻ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ് സ്വാഭാവിക തോൽവി ഒരു ആഘാതമാണല്ലോ. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി കമ്മിറ്റി ചെന്ന് 2 BJP സ്ട്രോങ് ആളുകൾ, അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,45,00,000 രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി. എടാ, അപ്പോൾ ഞാൻ ഇത്രയും രൂപ കിട്ടുമോ, എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45,00,000 രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഞാൻ 2 ചൂടായി. ഞാനതൊന്ന് മൈൻഡ് ചെയ്യാൻ എനിക്ക് പോരുകയും ചെയ്തു. ഇപ്പോൾ തോറ്റ് കഴിഞ്ഞ് വർത്തമാനമായിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. എന്ന് മാത്രം 100 രൂപ കൊടുത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചിലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിൽ 40 എനിക്ക് ചിലവായിട്ടില്ല. അതാ രസം. അതിന് കണക്കും അതാണ്. പക്ഷെ ഞാനന്ന് എരുമേലിൽ പറഞ്ഞത് തെറ്റായിപ്പോയില്ലേ. BJPക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും 6 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിയിൽ അച്ചടക്ക നടപടി സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെന്താ പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷണൽ ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ്സാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ ഇനി കൂടുതൽ പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സമയമില്ല, പറയാൻ താല്പര്യമില്ല. BJP വിട്ട് ദേവൻ പൊതുവേദിയിൽ പ്രഖ്യാപനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കണച്ചിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിലാണ് രാജിപ്രഖ്യാപനമുണ്ടായത്. പ്രാഥമിക അംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. കത്ത് ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു.
കോഴിക്കോട് ടൗൺ പോലീസ് കൗൺസിലർ നവ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തു. സ്വാതന്ത്ര്യദിന പരിപാടിക്കിടെ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതുപക്ഷ കൗൺസിലർമാർ ദേശീയഗാനത്തെയും ഗീതത്തെയും അപമാനിച്ചുവെന്ന് കാണിച്ച് BJP കൗൺസിലർമാർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നവ്യ ഹരിദാസിന്റെ മൊഴി എടുത്തത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ സ്ഥാനത്തു നിന്നും മാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നത് സത്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എന്നാൽ പുനഃസംഘടന സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. പൂഞ്ഞാറിൽ PC ജോർജ് നടത്തിയ വെളിപ്പെടുത്തൽ നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നതാണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അദ്ദേഹം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം മാറാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് സത്യമുള്ള കാര്യമാണ്. അത് പാർട്ടി തീരുമാനമെടുക്കും. അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. സ്റ്റാർ മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കരുനാപ്പള്ളി അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എനിക്ക് സ്റ്റാർ മണ്ഡലമായിരുന്നു അല്ലേ? സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രത്യേക ക്ലാസിഫിക്കേഷനോടെയാണ് അവർ കൊടുത്തത്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരും കരുതില്ലല്ലോ. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ ഇപ്പം ഓരോ സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് 12 കൊല്ലം ഭരിച്ചിട്ട് നടത്തിയ ഏറ്റവും വലിയ അഴിമതികളാണ്. അത് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പണം ഒഴുക്കി കൊടുക്കാൻ ശ്രമമായിട്ട് ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ജനം തിരസ്കരിച്ചല്ലോ. പണം കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട ഇലക്ഷനല്ലേ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. KPCC അധ്യക്ഷൻ ഉടനുണ്ടാകുമെന്ന് മന്ത്രി K മുരളീധരൻ. ഒരാൾക്ക് ഒറ്റ പദവിയിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്നും സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമതയ്ക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ആഴ്ച എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഉടൻ തന്നെ പുനഃസംഘടനാ കാര്യങ്ങളുണ്ടാവും. KPCC പ്രസിഡന്റ് മാത്രമല്ല, MLA-മാരായിട്ടുള്ള DCC പ്രസിഡന്റുമാരും തങ്ങളെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഒരു പൊളിച്ചെഴുത്തുണ്ടാവും. അത് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റ പദവി ഉണ്ടാകുന്നതാണ് പാർട്ടി ഫംഗ്ഷനിങ്ങിന് കുറെ കൂടെ നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴുള്ളത്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ ആരംഭിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതാണ് GST വകുപ്പ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. കാഞ്ഞങ്ങാട് GST ഉദ്യോഗസ്ഥരാണ് നികുതി തട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നിയോഗിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക 5-അംഗ സംഘമാണ് നാളെ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെയുള്ള മറ്റ് തട്ടിപ്പുകളിലും സർക്കാർ അന്വേഷണം ഉടൻ ആരംഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. MLA-മാർ അതിന് പരിശ്രമിക്കുന്നുണ്ട്. സർക്കാർ അതിന് പിന്തുണ നൽകുമെന്നും ജനങ്ങളുടെ പ്രശ്നത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് സ്വാഭാവികമെന്നും PK കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. ഫ്രഷ് കട്ട് കമ്പനി ശാശ്വത പരിഹാര പ്രപ്പോസൽ കൊണ്ടുവന്നാൽ സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശാശ്വതമായ ഒരു പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള പ്രപ്പോസൽ കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് അവിടുന്ന് മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലമെടുത്ത് ഫീസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക തുടങ്ങി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് അവർ നോക്കുകയാണെങ്കിൽ അതിന് ഗവൺമെന്റ് എല്ലാ സപ്പോർട്ടും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നാടുവിട്ട വിദ്യാർത്ഥിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ചൊക്ലി രാമവിലാസം സ്കൂൾ +2 വിദ്യാർത്ഥി ശിവസൂര്യയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തും തിരച്ചിൽ ഊർജിതമാണ്. മൊബൈൽ ഫോൺ ഉപയോഗം മാതാപിതാക്കൾ തടഞ്ഞതിനെ തുടർന്നാണ് ശിവസൂര്യ നാടുവിട്ടത്. പെരിങ്ങത്തൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കണ്ണൂർ കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് SIT രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. കുട്ടിയെ തിരഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിന് പുറത്തേക്കും പുറപ്പെട്ടു. മൈസൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീടിനടുത്തുള്ള CCTV ക്യാമറകൾ പോലീസ് പല ആവർത്തി പരിശോധിച്ചതിൽ നിന്ന് കുട്ടി വീട് വിട്ടത് ഉച്ചയ്ക്ക് 1 മണിക്കെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളും പരിശോധിച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. സ്നിഫർ ഡോഗുകൾ ഉപയോഗിച്ചും കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തി.
അമിത മൊബൈൽ ഗെയിം ഉപയോഗം തടഞ്ഞതിന് പിന്നാലെയാണ് ശിവസൂര്യ വീട് വിട്ടത്. 3000 രൂപയും 2 ജോഡി വസ്ത്രവും എടുത്ത് കാശിയിലേക്ക് പോകുന്നുവെന്ന് കുറിപ്പെഴുതി വെച്ചായിരുന്നു കുട്ടി വീട് വിട്ടത്. 9 ദിവസമായിട്ടും വിദ്യാർത്ഥിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് തിരച്ചിലിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുകയായിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. കരുനാഗപ്പള്ളിയിൽ 12 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കന്നേറ്റി സ്വദേശി ബിലാലിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. കുട്ടി സൈക്കിളിൽ പോകുന്നത് CCTV ദൃശ്യങ്ങളുണ്ട്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച CCTVയിലാണ് കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കന്നേറ്റി കായലിന് സമീപം സ്ഥാപിച്ച ക്യാമറയിലും കുട്ടിയുടെ സാന്നിധ്യമുണ്ട്. ബിലാൽ സൈക്കിളിൽ കായൽ കര വരെ എത്തിയെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED തിരുനട തുറന്ന് ദീപം തെളിയിച്ചു. ചിങ്ങ 1 രാവിലെ 5 മണി മുതലാണ് ഭക്തർക്ക് ദർശനം. ശബരിമല ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും ചിങ്ങം 1 നടക്കും. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 21 രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ഓണക്കാല പൂജകൾക്കായി ഓഗസ്റ്റ് 24 ശബരിമല നട തുറക്കും. കേരളത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തിരിതെളിഞ്ഞു. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. അത്തം നഗറായ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തി. ഘോഷയാത്ര നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത്തച്ചമയം മതസൗഹാർദ്ദത്തിന്റെ ഒരുമ വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരണം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്. ആവശ്യമില്ലാത്ത രാഷ്ട്രീയമൊന്നും വലിച്ചടക്കരുത്. എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, സമകാലിക പ്രസക്തമായ നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ വാദ്യോപകരണങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകൾ അണിനിരക്കുന്നതായിരുന്നു ഘോഷയാത്ര. ഇനി പൂവിളികളുടെ നാളുകളാണ്, ഓണാഘോഷങ്ങളുടെ നാളുകളാണ്. അതിനെല്ലാം തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഓണത്തെ വരവേൽക്കാൻ തൃശൂർ ശക്തന്റെ തട്ടകത്തിൽ ഭീമൻ പൂക്കളമൊരുങ്ങി. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയിലാണ് 62 അടി വ്യാസത്തിൽ പൂക്കളമൊരുക്കിയത്. തൃശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 4 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 62 അടി വ്യാസത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ പ്രധാനമായും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുലർച്ചെ മുതൽ ഭീമൻ പൂക്കളം കാണാനായി വലിയ ജനത്തിരക്കാണ് തെക്കേ ഗോപുരനടയിൽ അനുഭവപ്പെട്ടത്. 19 വർഷങ്ങളോളമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഭീമൻ പൂക്കളം ഒരുക്കുകയാണ്.
ഈ കൊല്ലത്തെ പൂക്കളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 18 വർഷമായ പൂക്കളമാണ്. ഞങ്ങൾക്കെല്ലാം ഒരേപോലെ തോന്നുന്ന ഒരു മഹത്തായൊരു സംരംഭമാണിത്. തൃശ്ശൂരിലെ സായാഹ്നങ്ങളിൽ സൗഹൃദം പങ്കുവയ്ക്കാൻ വരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. 18 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ പൂക്കളം, ഈ ഉദ്യമം ആരംഭിച്ചത്. അന്നിപ്പോൾ തുടങ്ങിയതിനേക്കാളൊക്കെ എത്രയോ വലിയ നിലയിൽ ഈ പൂക്കളം എത്തിച്ചേർന്നു. ഇതിൽ ഞങ്ങളുടെ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ്. വലിയൊരു അധ്വാനമാണ് ഇതിൻ്റെ പിറകിൽ. 200ഓളം പേരുടെ കഷ്ടപ്പാടാണ് ഭീമൻ പൂക്കളമായി വിടർന്നത്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. അമൃത ന്യൂസ്, തൃശൂർ. ഡൽഹിയിൽ ദിൽഷാദ് ഗാർഡൻ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ സമാപനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മാതാമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും സത്സംഗവും ഭജനയും നടന്നു. ജീവിതത്തിൽ ഓരോ അവസരത്തിലും വ്യക്തികൾക്ക് രാമന്റെയും രാവണന്റെയും ആശയം തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും. ആധ്യാത്മിക മൂല്യങ്ങളെയും ഗ്രന്ഥങ്ങളെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ഭാരതം പൂർണ്ണമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമൃതാനന്ദജിയോടൊപ്പം സ്നേഹത്തോടെ അമ്മ എന്ന് വിളിക്കുന്ന മാതാ അമൃതാനന്ദമയി ദേവിക്കാനാണ് അമ്മ ശ്രമിക്കുന്നത്. ഇത്രയധികം ആളുകൾ राम की यात्रा, अच्छा बहुत सही कहा आपने. अगर उस तत्पुरुष समास है संस्कृत में रामायण, राम की यात्रा, ये तो आपने बहुत टेक्निकल उत्तर दे दिया. मैं साधारण शब्दों में रामायण का मतलब क्या है, रामायण क्या है हमारे जीवन में, रामायण की क्या उसकी, जैसे मलयालम में बोलते हैं प्रसक्ति, അതിന്റെ പ്രസക്തി എന്താണ്, उसका क्या स्थान है हमारे जीवन में. रामायण क्या है? हाँ, सत्य और धर्म को पालन करना. सत्य और धर्म को पालन करना. और क्या नाम? കൃഷിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ആലപ്പുഴ ചേർത്തല സ്വദേശി 6ാം ക്ലാസ്സുകാരൻ ആദിത്യൻ. സംസ്ഥാനത്തെ മികച്ച കുട്ടി കർഷകനുള്ള പുരസ്കാരം നേടിയ ആദിത്യന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ കണ്ടുവരാം. ആദിത്യന് കൃഷി വെറുമൊരു നേരം പോക്കല്ല. കുരുന്നു പ്രായത്തിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൃഷി താല്പര്യത്തിൽ നിന്ന് കൈമാറി കിട്ടിയ ഉൾക്കരുത്താണ്. ചെറുപ്രായത്തിൽ തന്നെ മനസ്സിൽ കയറിക്കൂടിയ ആ ഇഷ്ടമാണ് ഇന്ന് സംസ്ഥാനത്തെ മികച്ച കുട്ടിക്കർഷകനുള്ള പുരസ്കാരത്തിലേക്ക് അവനെ നയിച്ചത്. ചേർത്തല തെക്ക് പഞ്ചായത്തിലെ വീടിനോട് ചേർന്നുള്ള ആ കുട്ടിക്കൃഷിയിടം കൃഷിയോടുള്ള അവൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ നേർസാക്ഷ്യമാണ്. കാന്താരി, പച്ചമുളക്, തക്കാളി, കറിവേപ്പ്, പയർ, പാവൽ, ചീര, വെണ്ട എന്നിവയ്ക്കെല്ലാം പുറമെ ഒട്ടനവധി ഔഷധ സസ്യങ്ങളുമുണ്ട് ആദിത്യൻ്റെ കൃഷിയിടത്തിൽ. ചെറുപ്പം തൊട്ടേ അമ്മയുടെ അച്ഛൻ്റെ കൂടെ വന്ന് സഹായിക്കാൻ തുടങ്ങി. പിന്നെ കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ ഉള്ളത് പാവലി, പീച്ചിലി, പടവലം, അലങ്കാര മത്സ്യങ്ങൾ, കറി വെക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ, താറാവ്, കോഴി, പാവലി, വെണ്ട, ബന്ദി എല്ലാം ഉണ്ട്. കൃഷിക്ക് പുറമെ വീട്ടിലെ പശു, ആട്, കോഴി, മുയൽ, താറാവ് എന്നിവയെ പരിപാലിക്കാനും ആദിത്യൻ സമയം കണ്ടെത്തുന്നു. തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന വിളകൾ സ്കൂളിലും പൊതുവിപണിയിലും വിൽക്കുന്നതും ആദിത്യൻ തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കളുടെ കൂടെ കൃഷിയിൽ സഹായിയായിട്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് തനിയെ കൃഷി ചെയ്തു തുടങ്ങിയതാണ് ആദിത്യനിലെ കർഷകൻ്റെ വിജയം. രാവിലെയും വൈകിട്ടും പഠനത്തിന് ശേഷം കൃഷി പരിപാലനമാണ് ഇന്ന് അവൻ്റെ പ്രധാന ജോലി. സഹായത്തിന് അമ്മ സജിതയും ഒപ്പമുണ്ട്. പഠനത്തോടൊപ്പം കൃഷിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക, കാർഷിക മേഖലയിൽ തന്നെ ഒരു തൊഴിൽ നേടിയെടുക്കുക, അതാണ് ഈ കുട്ടി കർഷകൻ്റെ ലക്ഷ്യവും. 6ാം ക്ലാസ്സുകാരൻ ആദിത്യൻ്റെ കൃഷിവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാർഷിക രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈയടക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ കുട്ടിത്താരം. ആരാധനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.
ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വമ്പൻ ജയവുമായി ബംഗ്ലാദേശ് ചരിത്രത്തിലേക്ക്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 30 റൺസുമായി മൊമിനുൽ ഹക്കും 25 റൺസുമായി ഷഡ്മാൻ ഇസ്ലാമുമാണ് ബംഗ്ലാദേശിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 2 ഇന്നിംഗ്സിലുമായി 9 വിക്കറ്റ് വീഴ്ത്തി ഹസൻ മഹമൂദ് മാൻ ഓഫ് ദി മാച്ചായി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിനം 9 വിക്കറ്റിന് 486 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ദേവദത്ത് പടിക്കൽ 167 റൺസിന് പുറത്തായി. ധ്രുവ് ജുറൽ അർദ്ധ സെഞ്ചുറി നേടി. മഴ മൂലം 4.5 മണിക്കൂർ വൈകിയാണ് ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത്. ആദ്യ സെഷനിലെ കളി പൂർണ്ണമായും മുടങ്ങിയിരുന്നു.